നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചിത്രം വ്യക്തം ഇനി പോരാട്ടത്തിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡുകളുടെയും അധ്യക്ഷ സ്ഥാനങ്ങളുടെയും നറുക്കെടുപ്പ് പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ സജീവമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. കലയുടെ മൊഞ്ചോടെ ചേലുള്ള കാഴ്ചകളുമായി ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം തുടരുന്നു. 314 പോയിന്റുമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂൾ പോയിന്റ് നിലയിൽ മുന്നിൽ. മമ്മിയൂർ LF തൊട്ടു പിന്നിൽ. കലാമേളയ്ക്ക് വെള്ളിയാഴ്ച കൊടിയിറങ്ങും. സമാപന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS സമ്മാനദാനം നിർവഹിക്കും. വീണ്ടും മാതൃക തീർത്ത തടാകം കുഞ്ഞുമുഹമ്മദ് ഹാജി. 124 വർഷം പഴക്കമുള്ള വിദ്യാലയ മുത്തശ്ശിക്ക് സ്വന്തം സ്ഥലത്ത് കെട്ടിടം ഉയരുന്നു. പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ തടാകം ഫൗണ്ടേഷൻ ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് ഹാജി വാങ്ങി നൽകിയ 30 സെന്റ് സ്ഥലത്താണ് വടക്കേ പുന്നിയൂർ GMLP സ്കൂളിനെ സ്വന്തമായി കെട്ടിടം ഉയരുന്നത്. വാർത്തകൾ വിശദമായി. ചിത്രം വ്യക്തം ഇനി പോരാട്ടത്തിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡുകളുടെയും അധ്യക്ഷ സ്ഥാനങ്ങളുടെയും നറുക്കെടുപ്പ് പൂർത്തിയായി. ഇതോടെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ സജീവമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് പൂർത്തീകരിച്ചത്. മേഖലയിൽ കാട്ടകമ്പാൽ, ചൊവ്വന്നൂർ, കണ്ടാണശ്ശേരി, പുന്നയൂർക്കുളം പഞ്ചായത്തുകളിലെ അധ്യക്ഷ സ്ഥാനം ജനറൽ വിഭാഗത്തിനാണ്. കഴിഞ്ഞ തവണ അധ്യക്ഷ സ്ഥാനം ജനറൽ വിഭാഗത്തിനായിരുന്ന പോർക്കുളം പഞ്ചായത്തിൽ ഇക്കുറിയും അധ്യക്ഷ സ്ഥാനം ജനറൽ വിഭാഗത്തിന് തന്നെയാണ്. കടവല്ലൂർ, വേലൂർ, എരുമപ്പെട്ടി, എളവള്ളി, പുന്നയൂർ, വടക്കേക്കാട് എന്നീ പഞ്ചായത്തുകളിൽ അധ്യക്ഷ സ്ഥാനം വനിതകൾക്കാണ്. ഈ പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ അധ്യക്ഷ സ്ഥാനം ജനറൽ വിഭാഗത്തിനായിരുന്നു. ചൂണ്ടൽ പഞ്ചായത്തിൽ പട്ടികജാതി സ്ത്രീകൾക്കായാണ് അധ്യക്ഷ സ്ഥാനം സംവരണം ചെയ്തിട്ടുള്ളത്. മേഖലയിൽ പട്ടികജാതി സ്ത്രീകൾക്കായി അധ്യക്ഷ സ്ഥാനം സംവരണം ചെയ്ത ഏക പഞ്ചായത്തും ചൂണ്ടലാണ്. ഏറെക്കാലമായി ഇവിടെ ജനറൽ വനിതാ പ്രസിഡന്റുമാരാണ് അധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്നത്. ആദ്യമായാണ് ചൂണ്ടലിൽ അധ്യക്ഷ സ്ഥാനം പട്ടികജാതി വിഭാഗത്തിലെ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നത്. പഞ്ചായത്തുകളിലെ അധ്യക്ഷ പദവിയുടെ നറുക്കെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ ഓരോ വാർഡിലേക്കും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. തീരത്ത് കലയുടെ വേലിയേറ്റം. ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന്റെ 3ാം ദിവസത്തെ മത്സരങ്ങൾ സമാപനത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഒപ്പന, സംഘനൃത്തം, ദഫ്മുട്ട്, അറബനമുട്ട്, പരിചയമുട്ടുകളി, കോൽക്കളി തുടങ്ങിയ ഗ്ലാമർ ഇനങ്ങളിൽ മത്സരം നടന്നു. പ്രധാന മത്സരങ്ങൾ നടക്കുന്ന വേദികൾക്ക് മുൻപിലെല്ലാം നിറഞ്ഞ സദസ്സാണ് ഉണ്ടായിരുന്നത്. ശക്തമായ ചൂടിനെ അവഗണിച്ചും നിരവധി പേരാണ് കുട്ടികളുടെ കലാപ്രകടനങ്ങൾ ആസ്വദിക്കാനായി എത്തുന്നത്. കലോത്സവം സമാപിക്കാൻ കേവലം ഒരു ദിവസം മാത്രം അവശേഷിക്കെ 314 പോയിന്റുമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളാണ് പോയിന്റ് നിലയിൽ 1ാം സ്ഥാനത്ത്. 297 പോയിന്റ് നേടി മമ്മിയൂർ LF കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനത്തും 222 പോയിന്റ് നേടി വടക്കേക്കാട് ICS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 3ാം സ്ഥാനത്തുമുണ്ട്. അറബി കലോത്സവത്തിൽ മണത്തല ഗവൺമെന്റ് സ്കൂൾ, ICA തൊഴിയൂർ റഹ്മത്ത് സ്കൂളുകളും, സംസ്കൃത കലോത്സവത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ, ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ്, മമ്മിയൂർ LF സ്കൂളുകളും യഥാക്രമം ആദ്യ 3 സ്ഥാനങ്ങളിലുണ്ട്. കലോത്സവത്തിന്റെ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. കേരളത്തിൽ ആയിരക്കണക്കിന് വരുന്ന ക്ഷേത്രങ്ങളും ക്ഷേത്ര സ്വത്തുക്കളും സംരക്ഷിക്കാൻ ആവശ്യമായ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരേണ്ടതാണെന്ന് മുൻ കേരള DGP TP സെൻകുമാർ പറഞ്ഞു. കേരള ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ പ്രഥമ സംസ്ഥാന സമ്മേളനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേവസ്വം ബോർഡുകളുടെ വാർഷിക വരുമാനം അതാത് സാമ്പത്തിക വർഷത്തിൽ തന്നെ കാര്യമായി ഓഡിറ്റ് നടത്തി പ്രസിദ്ധീകരിക്കാത്തതിൽ ഒട്ടേറെ ദുരൂഹതകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ മൂന്നൂലം നീലകണ്ഠൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. BMS സംസ്ഥാന പ്രസിഡന്റ് B ശിവജി സുദർശൻ മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് G ഗോപകുമാർ, സേതു തിരുവെങ്കടം, അഡ്വക്കേറ്റ് P മുരളീധരൻ, ജനറൽ കൺവീനർ TC സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. അറിവ് ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണ് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ ഉള്ള ക്ഷേത്രങ്ങൾ ഇതുപോലെ ആക്കിയെടുത്തത്. അതിൻ്റെ പരിണിത ഫലം നമ്മൾ കാണുന്നില്ല. കാരണം അത് പലതും ക്രിപ്റ്റോ ക്രിസ്ത്യനായിട്ട് തുടരുന്നതുകൊണ്ടാണ്. സത്യത്തിൽ അത് പുറത്തു വരികയാണെങ്കിൽ വലിയൊരു വ്യത്യാസം നമ്മൾക്ക് കാണാൻ ഇടയാകും എന്നുള്ളതാണ്.
124 വർഷം പഴക്കമുള്ള വിദ്യാലയ മുത്തശ്ശിക്ക് സ്വന്തം സ്ഥലത്ത് സ്വന്തമായി കെട്ടിടം ഉയരുകയാണ്. പൂർവ്വ വിദ്യാർത്ഥി തടാകം ഫൗണ്ടേഷൻ ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് ഹാജി വാങ്ങി നൽകിയ 30 സെന്റ് സ്ഥലത്താണ് വടക്കേ പുന്നിയൂർ GMLP സ്കൂളിന് സ്വന്തമായി കെട്ടിടം ഉയരുന്നത്. NK അക്ബർ MLA നിർമ്മാണോദ്ഘാടനം നടത്തി. സ്കൂളിൽ അടിസ്ഥാന സൗകര്യമില്ലാതെ വിദ്യാർത്ഥികളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞതോടുകൂടി അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്നു വടക്കേ പുന്നയൂർ ഗവൺമെന്റ് മാപ്പിള ലോവർ പ്രൈമറി സ്കൂൾ. പുന്നയൂർ പഞ്ചായത്ത് പുതിയ ഭരണസമിതി അധികാരമേറ്റ് നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് സ്കൂളിന് സ്വന്തമായി സ്ഥലം കണ്ടെത്താനായത്. NK അക്ബർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 99,50,000 രൂപ അനുവദിച്ചുകൊണ്ടാണ് കെട്ടിടം പ്രാവർത്തികമാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ NK അക്ബർ MLA ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. തടാകം കുഞ്ഞുമുഹമ്മദ് ഹാജി മുഖ്യാതിഥിയായിരുന്നു. പുന്നയൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരും വാർഡ് മെമ്പർ സെലീന നാസർ തുടങ്ങി പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും പങ്കെടുത്ത ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ സ്വാഗതവും പ്രധാന അധ്യാപിക PC വിലാസിനി നന്ദിയും പറഞ്ഞു. ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. കൊട്ടേക്കാട് ചിറ്റിലപ്പള്ളി ഷെല്ലിയുടെയും ലിസിയുടെയും മകൻ 17 വയസ്സുള്ള സാം ഷെല്ലിയാണ് മരിച്ചത്. ഞായറാഴ്ച തൃശൂരിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ ശാരീരിക അസ്വാസ്ഥ്യം തോന്നിയ കുട്ടി കളി നിർത്തി വിശ്രമിക്കുകയായിരുന്നു. തുടർന്ന് കുഴഞ്ഞു വീണ സാം ഷെല്ലിയെ തൃശൂരിലെ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാത്രി 7 മണിയോടെ മരിക്കുകയായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4:30 കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംഷനിൽ നടന്നു. നിരഞ്ജന റോസ്, മനു എന്നിവർ സഹോദരങ്ങളാണ്. ഇരുമ്പപ്പെട്ടി സർക്കാർ ആശുപത്രിക്ക് മുൻപിലും നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രാങ്കണത്തിലും സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. MLA ഫണ്ടിൽ നിന്ന് 12 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. ചടങ്ങിന് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് മെമ്പർമാരായ NP അജയൻ, MC ഐജു, കൊച്ചിൻ ദേവസ്വം ബോർഡ് ധന്വന്തരി ആയുർവേദ റിസർച്ച് സെന്റർ ചെയർമാൻ PC അബാൽ മണി, ദേവസ്വം ഓഫീസർ G ശ്രീരാജ്, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി CS ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. മത്സ്യക്കച്ചവടത്തിലെ ഒരു ദിവസത്തെ ലാഭവും തൊഴിലാളികളുടെ കൂലിയും കുരുന്ന് സഹോദരങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് കാരുണ്യത്തിന്റെ മാതൃക തീർത്ത വെള്ളറക്കാട് ചെമ്പകശ്ശേരി ഗ്രൂപ്പ് ബോൺമേരോ രോഗം ബാധിച്ച് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന ചെമ്മന്തട്ട കാളിയേടത്ത് മനോജ് സുധ ദമ്പതികളുടെ മക്കളായ അവനിക, ആയുഷ് എന്നിവരുടെ ചികിത്സാ സഹായ നിധിയിലേക്കാണ് ഒരു ദിവസത്തെ മുഴുവൻ ലാഭവും തൊഴിലാളികളുടെ കൂലിയും ചേർത്ത് 1 ലക്ഷം രൂപ നൽകുന്നത്. 31 വാഹനങ്ങളിലായി 62 തൊഴിലാളികളാണ് വിവിധയിടങ്ങളിൽ മത്സ്യവില്പന നടത്തിയത്. AC മൊയ്തീൻ MLA ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ്, മെമ്പർമാരായ ഗഫൂർ കടങ്ങോട്, KR സിമി, രമ്യ ഷാജി എന്നിവരും പൊതുജനങ്ങളും പങ്കെടുത്തു. കുന്നംകുളം ഗവൺമെന്റ് ബദിര വിദ്യാലയത്തിൽ അപ്രതീക്ഷിത അതിഥിയായി ഫുട്ബോൾ ഇതിഹാസം IM വിജയനെത്തി. കാൽപന്ത് കളിയിലെ വിസ്മയ താരത്തിന്റെ സർപ്രൈസ് എൻട്രിയിൽ കുട്ടികൾ ആഹ്ലാദത്തിലായി. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും കേരള പോലീസ് ഡെപ്യൂട്ടി കമാൻഡറുമായിരുന്ന IM വിജയൻ കുന്നംകുളം നഗരമധ്യത്തിലുള്ള ഗവൺമെന്റ് ബദിര വിദ്യാലയത്തിലേക്ക് എത്തിയത്. സ്കൂൾ അങ്കണത്തിൽ നിർമ്മിച്ച ഫുട്ബോൾ ടർഫിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് വിജയനെ സ്കൂൾ അധികൃതർ ക്ഷണിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ മറ്റ് തിരക്കുകൾ കാരണം പങ്കെടുക്കാൻ വിജയന് കഴിഞ്ഞിരുന്നില്ല. ഉദ്ഘാടന ചടങ്ങിലേക്ക് വിജയന്റെ വരവ് പ്രതീക്ഷിച്ചിരുന്ന കുട്ടികൾക്ക് അദ്ദേഹം എത്താതിരുന്നത് മനോവിഷമത്തിനിടയാക്കി. ഇക്കാര്യം സ്കൂൾ അധികൃതരും വിജയന്റെ സൗഹൃദ വലയത്തിലുള്ളവരും അറിയിച്ചതോടെയാണ് സ്കൂളിലെത്തി കുട്ടികളെ കാണാൻ അദ്ദേഹം തയ്യാറായത്. ഒഴിവാക്കാൻ കഴിയാത്ത ചില പരിപാടികൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് തനിക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നതെന്നും കുട്ടികൾക്ക് വിഷമമുണ്ടായതറിഞ്ഞാണ് കാണാൻ വന്നതെന്നും വിജയൻ പറഞ്ഞു. കുട്ടികൾക്കൊപ്പം സെൽഫി എടുത്തും തമാശകൾ പങ്കുവച്ചും 20 മിനിറ്റിലേറെ സമയം അദ്ദേഹം ചെലവഴിച്ചു. ബദിര വിദ്യാലയത്തിലെയും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിലെയും അധ്യാപകരും വിജയനൊപ്പം സെൽഫികൾ പകർത്തി. ഉദ്ഘാടനം നടത്തിയ ടർഫിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം പന്തുതട്ടാൻ വീണ്ടും വരുമെന്ന ഉറപ്പ് കുട്ടികൾക്കു നൽകി മധുര വിതരണം നടത്തിയാണ് വിജയൻ മടങ്ങിയത്. കേരള പോലീസ് ഫുട്ബോൾ താരമായിരുന്ന MP വിനയചന്ദ്രൻ, സബ് ഇൻസ്പെക്ടറും മുൻ ബാസ്കറ്റ്ബോൾ താരവുമായ AJ വർഗീസ് എന്നിവരും IM വിജയനൊപ്പം ഉണ്ടായിരുന്നു.
ആനയെ ആദ്യമായി തൊട്ടറിഞ്ഞ ആഹ്ലാദത്തിലാണ് എത്തോപ്യൻ ആർച്ച് ബിഷപ്പ് ആബുന മൽക്കിസേദക്ക്. പെങ്ങാമുക്ക് മൂലേപ്പാട് മാർ ബെസേലിയോസ് മാർ ഗ്രിഗോറിയോസ് പള്ളിപ്പെരുന്നാളിന് എത്തിയതായിരുന്നു ആർച്ച് ബിഷപ്പ്. വാദ്യമേളങ്ങൾ ആസ്വദിച്ചും കൊമ്പൻ പാമ്പാടി രാജന്റെ കൊമ്പ് പിടിച്ചും ആർച്ച് ബിഷപ്പ് പെരുന്നാളിൽ സജീവമായി പങ്കെടുത്തു. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ്, വികാരി ഫാദർ ജോസഫ് ചെറുവത്തൂർ എന്നിവർ പെരുന്നാൾ ആഘോഷത്തെപ്പറ്റി ആർച്ച് ബിഷപ്പിന് വിശദീകരിച്ച് നൽകി. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന് പങ്കെടുക്കാനാണ് എത്തോപ്യൻ ആർച്ച് ബിഷപ്പ് കേരളത്തിലെത്തിയത്. പരിമലയിൽ വെച്ച് കുന്നംകുളത്തെ പെരുന്നാളുകളെ പറ്റി അറിഞ്ഞപ്പോൾ ആർച്ച് ബിഷപ്പ് മൂലേപ്പാട് പള്ളിയിൽ എത്തിച്ചേരുകയായിരുന്നു. വീണ്ടും കലോത്സവ വാർത്തകളിലേക്ക്. കലോത്സവ വിജയികൾക്കുള്ള ട്രോഫികളുടെ വിതരണ ഉദ്ഘാടനം നടന്നു. വിവിധ ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് ചാവക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VB സിന്ധു, ട്രോഫി കമ്മിറ്റി കൺവീനർ KS സുഗിൽ എന്നിവർ ചേർന്ന് ട്രോഫികൾ നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വ്യക്തിഗത ട്രോഫി ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് ഷബീർ, സെക്രട്ടറി ഹംസ, ട്രഷറർ റഷീദ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. UP വിഭാഗത്തിൽ ഭരതനാട്യം, ഓട്ടൻതുള്ളൽ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയ ആരാധ്യ, UP വിഭാഗത്തിൽ ഹിന്ദി പദ്യം ചൊല്ലലിൽ ഒന്നാം സ്ഥാനം നേടിയ ആൻ കാതറിൻ ബാബു, ഹൈസ്കൂൾ വിഭാഗത്തിൽ ഉറുദു പ്രസംഗം മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ തൈക്കാട് VRRM HSS സ്കൂളിലെ വിദ്യാർത്ഥിനി ഷാഫിയ, ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം പദ്യം ചൊല്ലലിൽ ഒന്നാം സ്ഥാനം നേടിയ തൈക്കാട് സ്കൂളിലെ വിദ്യാർത്ഥിനി ഹൃദ്യ എന്നിവരാണ് ട്രോഫികൾ ഏറ്റുവാങ്ങിയത്. ട്രോഫി കമ്മിറ്റി അംഗങ്ങളായ ഷമീറ, സീനത്ത്, വിനു, സാദിഖ് എന്നിവർ പങ്കെടുത്തു. കലോത്സവ നഗരിയിലെ ഊട്ടുപുര സജീവമാണ്. രുചികരമായ ഭക്ഷണമൊരുക്കിയാണ് ഭോജനശാലയുടെ പ്രവർത്തനം. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ എത്തുന്നവർക്ക് വയറും മനസ്സും നിറഞ്ഞ് ഇവിടെ നിന്ന് പോകാനായിട്ട് ഭക്ഷണ കലവറ സജീവമാണ്. രുചികരമായിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണിയാണ് കലോത്സവ ദിനങ്ങളിൽ ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ആയിട്ട് നൽകുന്നത്. കലോത്സവത്തിന്റെ ആദ്യ ദിനമായ തിങ്കളാഴ്ച നാടൻ വിഭവങ്ങളോടെ ഉച്ചയ്ക്ക് സദ്യയാണ് നൽകിയത്. സ്റ്റേജിന മത്സരങ്ങളിലേക്ക് എത്തിയതോടെ കുട്ടികളുടെയും ഒഫീഷ്യൽസിന്റെയും വരവ് വർദ്ധിക്കുന്ന കൂടുതൽ ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കുന്ന ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ സാലഡും അച്ചാറും അടങ്ങിയ സ്വാദേറും വെജിറ്റബിൾ ബിരിയാണിയാണ് ഒരുക്കിയത്. സമാപന ദിവസമായ വെള്ളിയാഴ്ച വിഭവസമൃദ്ധമായ സദ്യ നൽകും. ഏകദേശം 10,000-ഓളം പേർ 4 ദിവസങ്ങളിലായി ഭോജനശാലയിലെത്തും എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പൊ ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് മാസ്റ്റർ പേര് ലിജോ മാഷുണ്ട്. ലിജോ മാഷ്, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സജ്ജീകരണങ്ങളൊക്കെ? ചാവക്കാട് സബ് ജില്ലയിലുള്ള ഒരുവിധം എല്ലാ അധ്യാപകരും ഈ ഭക്ഷണ കമ്മിറ്റിയുമായി പല ദിവസങ്ങളിലായി സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇത് വളരെ മനോഹരമായിട്ട് നടക്കുന്നത്. അതുപോലെ ഈ ഭക്ഷണം നമുക്കായി ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാവർട്ടിയിലുള്ള അലൻ കാറ്ററിംഗ് സർവീസാണ്. ഒരു പൂവ് ചോദിച്ചാൽ പൂന്തോട്ടം തരുന്ന തരത്തിലുള്ള അവരുടെ സഹകരണവും എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. ഒരുപാട് ആളുകളിൽ നിന്ന് നല്ല അഭിപ്രായങ്ങൾ കിട്ടാനായിട്ട് സാധിച്ചു. അതിലും വളരെയധികം സന്തോഷമുണ്ട്. ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ മുജീബ് റഹ്മാൻ, കൺവീനർ CJ റൈമൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഫുഡ് കമ്മിറ്റിയാണ് ക്രമീകരണങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് കൺവീനർ ആയിട്ടുള്ള റൈമൺ മാഷുണ്ട്. മാഷ്, ഇപ്പോൾ ഈ 3 ദിവസങ്ങളിലും വെജിറ്റബിൾ ബിരിയാണിയാണ്. 2 ദിവസം വെജിറ്റബിൾ ബിരിയാണി, നാളെ സദ്യയാണ്. ഇപ്പോൾ സമൃദ്ധമായിട്ടുള്ള ഒരു സദ്യ തന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം അല്ലേ? പായസം അടക്കം, പപ്പടം, പായസം അടക്കം നമ്മൾ വിപുലമായ ഒരുക്കങ്ങൾ ഒരുക്കി. വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവരുടെ സഹകരണം ഉണ്ടായി. മറ്റേ തിരുവള്ളൂർ സ്കൂള്, അതുപോലെ തന്നെ MRM, അവിടെയുള്ള NSS വോളണ്ടിയേഴ്സ്, അവരൊക്കെ നമ്മളായിട്ട്, അതേപോലെ ലിറ്റിൽ കൈറ്റ് പിള്ളേര്, അതേപോലെ MRലെ SPC, അങ്ങനെ എല്ലാ പിള്ളേരും നമ്മളെ സഹായിച്ചു. ഭക്ഷണം കൊടുക്കുന്നതിൽ ആദ്യം തുടങ്ങി അവസാനത്തെ ആൾക്കൊരു ഭക്ഷണം കൊടുക്കാൻ കാലത്ത് മുതലേ സജ്ജമായിരിക്കുന്ന അധ്യാപകരുടെ ശുഷ്കാന്തി എടുത്തു പറയേണ്ടതാണ്. പാവർട്ടി അലൻ കാറ്ററിംഗ്സ് ആണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ബിരിയാണി തയ്യാറാക്കിയത് രാജുവിന്റെ നേതൃത്വത്തിലായിരുന്നു. ഞങ്ങള് 2-3 പേര് കൂടിയിട്ടുള്ള ഒരു പരിപാടികളാണ്. പിന്നെ മെയിൻ ആള് രാജു എന്ന ആളാണ്. ആള് വന്ന് പിന്നെ നാളെ 2 ദിവസമായി വെജിറ്റബിൾ ബിരിയാണിയാണ്. അത് മാത്രമേ നമ്മളെ ഇതിലുള്ളൂ. നാളെ സദ്യ 2 സാധനങ്ങളാണ്. അതിൻ്റെതായ രീതിയിലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. നല്ല നല്ല സാധനങ്ങളൊക്കെ ഇട്ടിട്ട് തന്നെ അതേ പാരി തന്നെയുള്ള തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നതല്ല, നമ്മളൊരു ഫംഗ്ഷന്റെ പരിപാടി തന്നെ ചെയ്തിട്ടുള്ളത്. ചില 2000 സംതിങ് ആളുടെ 3000 മേലക്കുള്ള ആൾക്കാർ, 3000 ആൾക്കാർ വെച്ചിട്ടുണ്ടായിരുന്നു. സമൃദ്ധിയായിട്ട് കൊടുക്കുകയാണ്, കുറവ് വരില്ല. ഇല്ല, അതൊന്നുമില്ല. നമ്മള് കാറ്ററിംഗ് പോലെ തന്നെ മൊത്തത്തിൽ കൊടുക്കണം. പച്ചക്കറി സദ്യയുടെ ചുമതല മുരളിക്കായിരുന്നു.
അധ്യാപക സംഘടനകൾ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, നാഷണൽ സർവീസ് സ്കീം, ലിറ്റിൽ കൈറ്റ്സ് എന്നീ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലും സഹകരണത്തിലുമായിരുന്നു ഭക്ഷണ വിതരണം. അപ്പൊ നമുക്ക് ഭക്ഷണ ക്രമീകരണത്തിനായിട്ട് ഒരുപാട് വളണ്ടിയർമാർ ഇവിടെ ഉണ്ട്. ഇവർ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഡ്യൂട്ടിയൊക്കെ? സെറ്റായി, ഇഷ്ടമായോ ഡ്യൂട്ടിയൊക്കെ? അടിപൊളിയാണ്. ഏകദേശം എപ്പോഴാണ് അവസാനിക്കാറ് ഇവിടെ ഫുഡ് എടുക്കുന്നത്? 3:30-4 മണി വരെ ഉണ്ടാവും. വളരെ നന്നായിട്ട് 3 ദിവസത്തെ കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് നടന്നു. ഭക്ഷണ കുട്ടികൾ എല്ലാവരും നല്ല തൃപ്തരായിരിക്കും. മറ്റു വാർത്തകൾ. ചൂണ്ടൽ പഞ്ചായത്തിൽ കാർഷിക വിജ്ഞാന കേന്ദ്രത്തിന്റെ നവീകരണത്തിന്റെയും വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെയും ഉദ്ഘാടനം നടന്നു. 15-ാം വാർഡ് തൂവാനൂരിലെ ചിറപ്പറമ്പിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA കാർഷിക വിജ്ഞാന കേന്ദ്രത്തിന്റെ നവീകരണത്തിന്റെയും വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ എന്നിവർ മുഖ്യാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഹസനുൽ ബന്ന, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം NS ജിഷ്ണു, മുൻ പഞ്ചായത്ത് അംഗം ഷീജ അശോകൻ, കുനുമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് A ജയകൃഷ്ണൻ നമ്പി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് വനിതാ ഫിറ്റ്നസ് സെന്റർ യാഥാർത്ഥ്യമാക്കിയത്. ഗുരുവായൂരിൽ നാശോന്മുഖമായി കിടന്നിരുന്ന 1 ഏക്കറോളം വരുന്ന ഞാറക്കുളം നഗരസഭ കെട്ടി സംരക്ഷിച്ച് നാടിന് സമർപ്പിച്ചു. 2.5 കോടി രൂപ ചെലവഴിച്ചാണ് 98 സെന്റ് വരുന്ന കുളം കെട്ടി സംരക്ഷിച്ചത്. ചുറ്റും കെട്ടി ഉയർത്തിയ ശേഷം ചുറ്റുഭാഗത്തും ടൈൽ വിരിച്ച് പ്രഭാത സായാഹ്ന സവാരിക്ക് കഴിയുന്ന തരത്തിൽ തയ്യാറാക്കി. ഇരിപ്പിടങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ചുറ്റും അലങ്കാര ബൾബുകളും സ്ഥാപിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് കുളം നാടിന് സമർപ്പിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ AS മനോജ്, A സായിനാഥൻ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TT ശിവദാസ്, KP വിനോദ്, നഗരസഭാ സെക്രട്ടറി H അഭിലാഷ് കുമാർ, മുനിസിപ്പൽ എഞ്ചിനീയർ നിഷി ദേവദാസ്, TK രാജീവ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ വനിതാ ക്ഷേമ സഹകരണ സംഘം മങ്ങാട് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ വനിതാ സംഘം പ്രസിഡന്റ് ഷീജ സുരേഷ് അധ്യക്ഷയായി. സംഘം വൈസ് പ്രസിഡന്റ് സുമന സുഗതൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം KM അഷ്റഫ്, എരുമപ്പെട്ടി സഹകരണ സംഘം പ്രസിഡന്റ് UK കൃഷ്ണൻകുട്ടി, സെക്രട്ടറി MS സിദ്ധൻ, ബോർഡ് മെമ്പർ ബിബിൻ, ക്ഷീരസംഘം മുൻ പ്രസിഡന്റ് PT ദേവസി, ബോർഡ് മെമ്പർ KK യോഗേഷ്, CDS ചെയർപേഴ്സൺ നകുല പ്രമോദ് എന്നിവർ സംസാരിച്ചു. ജാതിമത ചിന്തകൾക്ക് അതീതമായി മനുഷ്യരെ ഒരുമിച്ച് നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ ഇടതു നയങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK വത്സരാജ് പറഞ്ഞു. LDF ഗുരുവായൂർ 11-ാം വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും വാർഡ് വികസന രേഖ പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചക്കം കണ്ടത്തിന്റെ വികസന തുടർച്ചയ്ക്കും പുരോഗതിക്കും ഇടതുപക്ഷ വിജയം അനിവാര്യമാണെന്നും വത്സരാജ് കൂട്ടിച്ചേർത്തു. വികസന രേഖയുടെ പ്രകാശനം വാർഡ് കൗൺസിലറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ AM ഷഫീറിനെ കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. A സതീഷ് അധ്യക്ഷത വഹിച്ചു. ഇടതുമുന്നണി നേതാക്കളായ PS ജയൻ, MA ഷാജി, KK അപ്പുണ്ണി, KA ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വാർഡ് കൺവീനർ ഷാനി റജി സ്വാഗതവും ട്രഷറർ ഉമ്മർ മനയത്ത് നന്ദിയും പറഞ്ഞു. കുന്നംകുളം നഗരസഭയും കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയും സംയുക്തമായി IAC പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാക്കത്തോണും ഹരിതകർമ്മസേന സംഗമവും നടത്തി. രാവിലെ 10 മണിക്ക് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് വാക്കത്തോൺ ആരംഭിച്ചു. കൗൺസിലർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ നഗരം ചുറ്റിയ വാക്കത്തോൺ ടൗൺ ഹാളിൽ സമാപിച്ചു. തുടർന്ന് രാവിലെ 11 മണിക്ക് നടന്ന ഹരിതകർമ്മസേന സംഗമം സമാവേശ് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ സോമശേഖരൻ സ്വാഗതം പറഞ്ഞു. പ്രിയ സജീഷ്, സജ്നി പ്രേമൻ, സൗമ്യാനിലൻ, ഷബീർ PK എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് സോഷ്യൽ കം എക്സ്പെർട്ട് ഡോക്ടർ ശുഭിത മേനോൻ ആശംസാ പ്രസംഗം നടത്തി. ക്ലീൻ സിറ്റി മാനേജർ അജിത് AV നന്ദിയും പറഞ്ഞു. പ്രധാനാതിഥിയായി പങ്കെടുത്ത റിട്ടയർഡ് HSS അധ്യാപകൻ സ്റ്റാൻലി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നടത്തി. തുടർന്ന് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സാംസ്കാരിക പരിപാടികളും സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ക്വിസ് മത്സരവും നടത്തി. വിജയികൾക്ക് അനുമോദന പത്രവും ട്രോഫിയും സമ്മാനിച്ചു. പരിപാടിയുടെ അവസാനത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് വിതരണം നടത്തി. സമാപന ചടങ്ങിൽ KSW MP എഞ്ചിനീയർ മുഹസിന CK നന്ദി പറഞ്ഞു. അംഗനവാടികളിലേക്ക് ആവശ്യമായ അടുക്കള ഉപകരണങ്ങളും വേസ്റ്റ് ബിന്നും നൽകി. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ 26 അംഗനവാടികൾക്കാണ് ഈ വർഷത്തെ പദ്ധതിയിൽ നിന്ന് 2 ലക്ഷം രൂപ ചെലവിട്ട് ആവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ മിൻഡോ റെനി, ഷീജ സുഗതൻ,
മെമ്പർമാരായ MS മണികണ്ഠൻ, സുധീർ, അസിസ്റ്റന്റ് സെക്രട്ടറി സുജ, ICDS സൂപ്പർവൈസർ PV ശോഭ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സൂപ്പർ ലീഗ് കേരള സീസൺ 2 തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുന്ന തൃശൂർ മാജിക് FC-യുടെ യുവ ഗോൾ കീപ്പർ അക്കിക്കാവ് സ്വദേശി കമാലുദ്ദീൻ ദേശീയ ശ്രദ്ധയിലേക്ക്. 15-ാം തീയതി തായ്ലൻഡിനെതിരെ നടക്കാനിരിക്കുന്ന സൗഹൃദ മത്സരത്തിനുള്ള 25-അംഗ അണ്ടർ-23 ഇന്ത്യൻ സാധ്യത ടീമിൽ കമാലുദ്ദീൻ ഇടം പിടിച്ചിട്ടുണ്ട്. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ അക്കിക്കാവ് കുപ്പിക്കുന്ന് സ്വദേശിയായ ഈ 21-കാരൻ സൂപ്പർ ലീഗ് കേരളയിലെ മികച്ച പ്രകടനത്തിലൂടെയാണ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. റഷ്യൻ പരിശീലകൻ ആന്ദ്രേ ചെർണിഷോപ്പിന്റെ തന്ത്രങ്ങളിൽ അണിനിരക്കുന്ന തൃശൂർ മാജിക് FC ലീഗിൽ 4 മത്സരങ്ങളിൽ നിന്ന് 9 പോയിന്റുമായി നിലവിൽ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്താണ്. ടീമിന്റെ ഈ മികച്ച പ്രകടനത്തിൽ കമാലുദ്ദീന്റെ പങ്ക് ഏറെ നിർണായകമായിരുന്നു. ഇതുവരെ കളിച്ച 4 മത്സരങ്ങളിലും തൃശൂരിന്റെ ഗോൾ വലകാത്ത കമാലുദ്ദീൻ 3 ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കി. ലീഗിലെ മികച്ച ഗോൾ കീപ്പർമാരിൽ പട്ടികയിൽ മുന്നിലാണ്. സാധ്യതാ പട്ടികയിൽ ഇടം നേടിയതിലും ഇന്ത്യയ്ക്കായി ബൂട്ട് കെട്ടുക എന്നുള്ളതിലും ഏറെ സന്തോഷമുണ്ടെന്ന് കമാലുദ്ദീൻ പറഞ്ഞു. സൂപ്പർ ലീഗ് കേരളയിലൂടെ താൻ ഉൾപ്പെടെയുള്ള യുവതാരങ്ങൾക്ക് ദേശീയ ശ്രദ്ധ നേടാൻ സാധിക്കുന്നുണ്ട്. ഇനിയുള്ള മത്സരങ്ങളിലും തൃശൂരിനായി മികച്ച പ്രകടനം പുറത്തെടുക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യമെന്നും കമാലുദ്ദീൻ പറഞ്ഞു. ദേശീയ ടീമിന്റെ സാധ്യതാ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിലൂടെ കമാലുദ്ദീൻ തൃശൂർ മാജിക് FC-ക്കും സ്വന്തം നാടായ അക്കിക്കാവിലെ കായികപ്രേമികൾക്കും സൂപ്പർ ലീഗ് കേരളയ്ക്കും അഭിമാനമായി മാറുകയാണ്. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് കമാലുദ്ദീൻ. അക്കിക്കാവ് കുപ്പിക്കുന്ന് അത്തിക്കപ്പറമ്പിൽ കാസിം ബുഷറ ദമ്പതികളുടെ മകനാണ്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഇരുമ്പപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മുറ്റം നവീകരണം, കുടിവെള്ള കിണറിന്റെ ഉദ്ഘാടനം എന്നിവ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് 17 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. വെള്ളക്കെട്ട് ഒഴിവാക്കുവാനും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുമായാണ് മുറ്റം ടൈൽ വിരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VC ബിനോജ്, HMC അംഗങ്ങളായ KV ശങ്കരനാരായണൻ, PT ജോസഫ്, NG മോഹനൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TP രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ GUP സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം NK അക്ബർ MLA നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1.25 കോടി രൂപ ചെലവിട്ടാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 3 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ ക്ലാസ് മുറികൾ, സ്റ്റാഫ് റൂമുകൾ, കമ്പ്യൂട്ടർ ലാബ്, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയുണ്ടാകും. സ്കൂളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ AM ഷഫീർ, ശൈലജ സുധൻ, AS മനോജ്, A സായിനാഥൻ, പ്രധാന അധ്യാപിക ER സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വന്നൂർ പഞ്ചായത്ത് 2ാം വാർഡിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. MLA AC മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ AB വല്ലഭൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NS സുമേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ PK സത്യവതി, NJCB രത്നകുമാരി, വാർഡ് മെമ്പർ KU ബിബിൻ, ഷഹർബാൻ, പഞ്ചായത്ത് സെക്രട്ടറി V വൃന്ദ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ PS ജ്യോതിരാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2ാം വാർഡിലെ പഞ്ചായത്ത് റോഡ് ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായി പരിസരത്തുള്ള കിണർ നവീകരിക്കുകയും ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുകയും ചെയ്തു. 14 ലക്ഷം രൂപയോളമാണ് വഴിയോര വിശ്രമ കേന്ദ്രം പണിയുന്നതിന് വകയിരുത്തിയത്. വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ കുടുംബശ്രീ കഫറ്റീരിയ, ടോയ്ലറ്റ് ബ്ലോക്കുകൾ എന്നീ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ പഞ്ചായത്തിന്റെ വികസന രേഖ MLA പ്രകാശനം ചെയ്തു. എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ഉപഹാരം നൽകി ആദരിച്ചു. കുന്നംകുളം കാണിപ്പയ്യൂർ സെന്റ് മേരി മാഗ്ദലിൻ കോൺവെന്റ് UP സ്കൂളിൽ മഴവില്ല് 2025 സംഘടിപ്പിച്ചു. സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി നടന്ന കലാമത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസുമാണ് മഴവില്ല് 2025 എന്ന പേരിൽ നടത്തിയത്. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥിയും കുന്നംകുളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടറുമായ മിഥു K തമ്പി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് രാജേഷ് KB, മാനേജർ മദർ ലുദിയ OCC, പ്രധാനാധ്യാപിക ഷൈജി ടീച്ചർ, സ്റ്റാഫ് പ്രതിനിധി നീനു C സണ്ണി എന്നിവർ സംസാരിച്ചു. സമ്മാന വിതരണം ഡോക്ടർ മിഥു K തമ്പി നിർവഹിച്ചു. വേലൂർ ഫൊറോന മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ക്യാൻസർ കെയർ പദ്ധതി
തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര ഉദ്ഘാടനം ചെയ്തു. മാതൃവേദിയുടെ മാജിക് ഓഫ് ഷെയറിംഗ് വഴി സമാഹരിച്ച 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി 16 ഇടവകളിലെ നാനാജാതി മതസ്ഥരായ 350ഓളം ക്യാൻസർ രോഗികൾക്ക് നൽകാനായി അതിരൂപത വികാരി ജനറൽ ഇടവക വികാരിമാരെ ഏൽപ്പിച്ചു. ചടങ്ങിൽ അമല ക്യാൻസർ ആശുപത്രിക്കും രൂപത മാതൃവേദിക്കും സാമ്പത്തിക സഹായം നൽകി. മാതൃവേദി ഫൊറോന ഡയറക്ടർ ഫാദർ ഡേവിസ് ചിറമേൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോബി തങ്ങാലൂർ, ജൂലി ഡിസറന്റ്, പി യേശുദാസ്, ബിജു അയ്യങ്കേരിയിൽ, ലിസി ജോർജ്, മാർട്ടിൻ പനക്കൽ, ഷിജി ജോയ്, ഷീന സാബു, കെ.എ. ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് 17-ാം വാർഡ് കുടുംബശ്രീ ADSന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെയും പോഷക ഘടകങ്ങളായ വയോജന അയൽക്കൂട്ടങ്ങളുടെയും ബാലസഭകളുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ഓക്സിലറി അംഗങ്ങളുടെയും സംഗമവും ആദരവും നടത്തി. ADS ചെയർപേഴ്സൺ സുഗിജ സുമേഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ TP ലോറൻസ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ KK മണി മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ, ബ്ലോക്ക് മെമ്പർ എന്നിവരെയും മാമ്പഴക്കാലം വയോജന കൂട്ടം പ്രസിഡന്റ് AM മുഹമ്മദ് കുട്ടി, വയോജന മേളയിൽ പങ്കെടുത്ത ഉണ്ണി തമ്പി, വിജ്ഞാനോത്സവം പരീക്ഷയിൽ 1ാം സ്ഥാനക്കാരിയായ മാളവിക തുടങ്ങിയവരെയും SSLC +2 വിജയികളെയും ആദരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വക ഉപഹാരം ബ്ലോക്ക് മെമ്പർക്ക് സമ്മാനിച്ചു. CDS മെമ്പർ റജുല അബ്ദുൽ വഹാബ് സ്വാഗതവും സോഷ്യൽ ഡെവലപ്മെന്റ് കൺവീനർ ഉമൈബ നന്ദിയും പറഞ്ഞു. കുന്നംകുളം ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വേട്ടക്കരൻ പാട്ട് നവംബർ 8 ശനിയാഴ്ച ആഘോഷിക്കും. രാവിലെ 10 മണിക്ക് പാട്ടിന് കൂറയിടും. ഉച്ചപ്പാട്ടിന് ശേഷം വൈകിട്ട് 6-ന് നിറമാല, ദീപാരാധന, തായമ്പക എന്നിവയുണ്ടാകും. കക്കാട് രാജപ്പൻ മാരാർ നേതൃത്വം നൽകും. കാരക്കുറ മഠം രാമചന്ദ്രൻ നായരാണ് വേട്ടക്കാരൻ പാട്ടിന്റെ കോമരം. തന്ത്രി മുണ്ടയൂർ മന നാരായണൻ നമ്പൂതിരി, മേൽശാന്തി സൗരഭ് മിശ്ര, ഊരാളൻ ശശിധര രാജ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രഭാകരൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് കരുണ പ്രസാദ്, ട്രഷറർ വിനോദ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,175 രൂപ, സ്വർണം പവന് 89,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 159 രൂപ. ചർമ്മം അഞ്ഞൂർ പാർക്കാടി തോട്ടപ്പായമന ശങ്കര നമ്പൂതിരി ഭാര്യ ശ്രീമതി അന്തർജനം നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സജീഷ്, രമ്യ, സൗമ്യ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ചിത്രം വ്യക്തം. ഇനി പോരാട്ടത്തിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡുകളുടെയും അധ്യക്ഷ സ്ഥാനങ്ങളുടെയും നറുക്കെടുപ്പ് പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ സജീവമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. കലയുടെ മൊഞ്ചോടെ ചേലുള്ള കാഴ്ചകളുമായി ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം എടക്കഴിയൂരിൽ തുടരുന്നു. 314 പോയിന്റുമായി പോയിന്റ് നിലയിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ മുന്നിൽ. മമ്മിയൂർ LF തൊട്ടു പിന്നിൽ. കലാമേളയ്ക്ക് വെള്ളിയാഴ്ച കൊടിയിറങ്ങും. സമാപന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS സമ്മാനദാനം നിർവഹിക്കും. വീണ്ടും മാതൃക തീർത്ത് തടാകം കുഞ്ഞുമുഹമ്മദ് ഹാജി. 124 വർഷം പഴക്കമുള്ള വിദ്യാലയ മുത്തശ്ശിക്ക് സ്വന്തം സ്ഥലത്ത് കെട്ടിടം ഉയരുന്നു. പൂർവ്വ വിദ്യാർത്ഥി തടാകം ഫൗണ്ടേഷൻ ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് ഹാജി വാങ്ങി നൽകിയ 30 സെന്റ് സ്ഥലത്താണ് വടക്കേ പുന്നയൂർ GMLP സ്കൂളിന് സ്വന്തമായി കെട്ടിടം ഉയരുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.